വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCRT പാഠഭാഗമാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗത്തെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു വെച്ചാൽ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ നദികള് അല്ലെങ്കിൽ സമതലങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് ആണ്. അപ്പോ ഇത്തരം ക്ലാസ്സുകൾ നമുക്കറിയാം. അതായത് LGS എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത് SCRT പാഠഭാഗങ്ങളാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളിത് ഫുള്ള് ചാപ്റ്റർ വായിച്ച് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ തരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വായിച്ചു തരുമ്പോൾ അത് നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ പ്രധാനമാണ് ഈ ഭാഗം ട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ ഉത്തരപർവ്വത മേഖലയെ കുറിച്ചൊക്കെ പഠിച്ചു. ആ ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്ത് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു ഭാഗത്ത് ഒരു വിശാലമായിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗം സ്ഥിതി ചെയ്യുന്നു. അതൊരു എക്കൽ സമതലമാണ്. അത് എന്താണെന്നാണ് പറയണ ഇവിടെ. ആ എക്കൽ സമതലം എന്താണ്? ആ എക്കൽ സമതലത്തിന്റെ പേര് ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഉത്തരപർവ്വത മേഖല കാണാം. താഴെ കണ്ടോ? ആ യെല്ലോ കളറിൽ കാണപ്പെടുന്നത് എന്താണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്നും അറിയപ്പെടുന്ന ഈ ഭൂവിഭാഗം, അപ്പോ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ മറ്റൊരു പേരാണ് ഉത്തരേന്ത്യൻ സമതലം എന്നറിയപ്പെടുന്ന ഈ ഭൂവിഭാഗം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാലകൾ തുടങ്ങി ഭൗമ ഉപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഫലമായി ഭൗമ ഉപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ആയതിനാൽ ഇവ രൂപീകരണ സഹായികൾ എന്നും ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകമായ പ്രക്രിയകളെ ഭൂരൂപീകരണ പ്രക്രിയ എന്നും വിളിക്കുന്നു. അപ്പൊ എന്താണ് ഭൂരൂപീകരണ പ്രക്രിയ എന്ന് പറയണേ? അതായത് ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനി, തിരമാല തുടങ്ങിയ ഭൗമോപരിതലത്തിലെ ബാഹ്യ ശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായിട്ട് കുറെ അധികം ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിലായോ? ഈ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്നത് അതിനാൽ ഇവയെ എന്താ പറയാ, വൈവിധ്യമായ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവയെ ഭൂരൂപീകരണ സഹായികൾ എന്നും, ആരെ? ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാലകൾ തുടങ്ങിയവയെ ഭൂരൂപീകരണ സഹായികൾ എന്നും ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകമായിട്ടുള്ള ആ പ്രോസസ്സിനെ ഭൂരൂപീകരണ പ്രക്രിയ എന്നും വിളിക്കുന്നു. അപ്പൊ ഒഴുകുന്ന വെള്ളവും കാറ്റും ഹിമാനികളൊക്കെയാണ് ഭൂരൂപീകരണ സഹായികള്. അവ മൂലം ഉണ്ടാകുന്ന പ്രോസസ്സിനെ ഭൂരൂപീകരണ പ്രക്രിയ എന്ന് വിളിക്കുന്നു കേട്ടോ മക്കളെ. ഭൗതികവും രാസീകവും ജൈവികവുമായ പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ നിക്ഷേപ പ്രക്രിയയെ നമ്മൾ നിക്ഷേപണം എന്ന് പറയുന്നു. ഇപ്പൊ നമുക്കറിയാം ഫോം ചെയ്യണു, നല്ല ജൈവ വളങ്ങള് എന്താ പറയുന്നത്, സിന്ധു അല്ലെങ്കിൽ ഗംഗ ബ്രഹ്മപുത്ര നദികൾ ഒഴുക്കി കൊണ്ടുവരുന്ന എന്താ പറയുന്നത്, നല്ല വളങ്ങൾ ചേർന്നിട്ടാണ് ഡെൽറ്റകൾ ഫോം ചെയ്യണേന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. നദികൾ ഒഴുക്കി കൊണ്ടുവരുന്ന ചെളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന ശില അവശിഷ്ടങ്ങളെ നമ്മൾ എക്കൽ എന്ന് വിളിക്കുന്നു എന്ന് ഇവിടെ ബോക്സിൽ കൊണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി നോക്കുക, ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളായും പല അരുവികൾ ചേർന്ന് നദികളായും വികാസം പ്രാപിക്കുന്നു. കണ്ടോ? ചെറിയ ചെറിയ നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളാകുന്നു, അരുവികൾ ചേർന്ന് നദികളാകുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുക. കണ്ടോ? നദികൾ ഉത്ഭവിക്കുന്ന സ്ഥാനം
അത് ഉത്ഭവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പോഷക നദികള്, അതിനുശേഷം നദീമുഖം, ഇങ്ങനെ ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ കുറിച്ച് ഇവിടെ കൃത്യമായിട്ട് പറയും. അതായത് നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയങ്ങളിലോ പതിക്കുന്ന സ്ഥലത്തെ നദീമുഖം എന്നും വിളിക്കുന്നു. അപ്പൊ നദികൾ കടലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കായലിലോ ഏതെങ്കിലും ജലാശയത്തിലൊക്കെ പതിക്കില്ലേ, ആ പതിക്കുന്ന ഇടത്തെ നമ്മൾ നദീമുഖം എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂയിഷ്ടമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അത്രയും ഫലഭൂയിഷ്ടമാകാൻ കാരണം എന്താണ്? ഈ നദികൾ അല്ലെ കൊണ്ടുവരുന്ന എന്താണ്? അവസാദങ്ങളാണ്. ഹിമാലയ രൂപീകരണത്തിന്റെ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിതടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടക്കുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഇത്തരം സമതലങ്ങൾ രൂപം കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിന്റെ കനം ഏകദേശം നോക്കിയേ, 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെ ഉണ്ട്. ഈ കനമൊന്നും നിങ്ങൾ പഠിക്കണം എന്നല്ല, അത്രയും മാത്രം എക്കൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത നോക്കുക. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന സമതലം ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ് കേട്ടോ. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വിശാലമായ ഈ സമതലത്തിന്റെ ശരാശരി വീതി 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഈ സമതലത്തിന്റെ അതിരുകൾ വടക്ക് ശിവാലിക് പർവ്വത നിലകളും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അതിരുകളുമാണ്. അപ്പൊ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ കിഴക്ക് പടിഞ്ഞാറ് അതിരുകൾ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ സഹായത്തോടുകൂടി കണ്ടെത്തി മനസ്സിലാക്കാന്നാ പറയുന്നത്. ഇവിടെ ആദ്യം തന്നെ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഭൂപടം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഉത്തരപർവ്വത മേഖല, അത് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ആ ഭൂപടമൊക്കെ ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ തെക്ക് ഭാഗത്ത് എന്താണ്, കിഴക്ക് ഭാഗത്ത് എന്താണ്, വടക്ക് ഭാഗത്ത് എന്താണെന്നൊക്കെ പറയണേ. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മളോട് ഒരിക്കലും ചോദിക്കാറില്ല. നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർത്തു വെച്ചാൽ മതി കേട്ടോ. അതായത് ഇനി ഓരോ സമതലങ്ങളെയും കുറിച്ച് നമുക്ക് പഠിക്കണം. ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഭാഗമായിട്ടുള്ള ഓരോ സമതലങ്ങളും, ആ സമതലങ്ങൾ എവിടെയൊക്കെയാ വ്യാപിച്ചു കിടക്കണം, എന്തൊക്കെയാണെന്ന് പഠിച്ചു കൊടുക്കുക. ഥാർ മരുഭൂമി ഉൾപ്പെടുന്നതാണ് രാജസ്ഥാൻ സമതലം. ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റമാണ്. ഥാർ മരുഭൂമിയുടെ മുന്നിൽ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, അതുപോലെ തന്നെ പഞ്ചാബ്, ഗുജറാത്ത്. അപ്പൊ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഥാർ മരുഭൂമി എന്താണ് രാജസ്ഥാനിൽ മാത്രമാണെന്ന്. ഥാർ മരുഭൂമിയുടെ 3/4 ഭാഗം രാജസ്ഥാനിലുള്ളൂ എങ്കിലും ബാക്കി ഭാഗം എവിടെയുണ്ട് മക്കളെ? ഹരിയാനയിലുണ്ട്, പഞ്ചാബിലുണ്ട്, ഗുജറാത്തിലുണ്ട്. നോട്ട് ചെയ്ത് വെക്കണം. എന്നീ അയൽ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച ഥാർ മരുഭൂമി കിടക്കുന്നുണ്ട്. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും ഥാർ മരുഭൂമിയെ 2 പ്രധാന മേഖലകളായി തരംതിരിക്കുന്നു. അപ്പൊ ഥാർ മരുഭൂമിയുടെ രണ്ടാമത്തെ 2 തരംതിരിവ് എന്താണ്? യഥാർത്ഥ മരുഭൂമി മേഖല, ഇങ്ങനെ ചോദിക്കാറില്ല, ഇങ്ങനെയാ ചോദിക്കാറ്, മരുസ്ഥലി എന്നും അർദ്ധ മേഖല അഥവാ രാജസ്ഥാൻ ബാഗർ. എന്താണ് രാജസ്ഥാൻ ബാഗർ? അപ്പൊ മരുസ്ഥലി എന്നും രാജസ്ഥാൻ ബാഗരം എന്നും ഥാർ മരുഭൂമിയെ 2ആയി തിരിക്കാം. ഥാർ മരുഭൂമിയുടെ ഭൂമി ശാസ്ത്രപരമായ സവിശേഷതകൾ ഇനിയുള്ള അടുത്ത വരുന്ന പാഠങ്ങളിൽ നമ്മൾ പഠിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് രാജസ്ഥാൻ സമതലം. അപ്പൊ എന്തൊക്കെയാ രാജസ്ഥാൻ സമതലം? രാജസ്ഥാൻ സമതലത്തിൽ ഥാർ മരുഭൂമി ഉണ്ട്. രാജസ്ഥാനിൽ മാത്രമല്ല, അത് ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇനി ഥാർ മരുഭൂമിയെ മരുസ്ഥലി എന്നും രാജസ്ഥാൻ ബാഗർ എന്നും 2ആയി തരംതിരിക്കുന്നു. രാജസ്ഥാൻ സമതലത്തിന്റെ പ്രത്യേകത, അത് ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലത്തിലെ പ്രധാന നദിയാണ്. അത് ചോദിച്ചിട്ടുള്ളതാണ്. ലൂണി നദി എവിടെയാണ്? രാജസ്ഥാൻ സമതലത്തിലാണ്. രാജസ്ഥാനിൽ നിരവധി ഉപ്പ് തടാകങ്ങൾ ഉണ്ട്. സാംഭർ, ദിത്വാന, സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ്. അപ്പൊ ലൂണി ഉണ്ട്, ലൂണി എന്ന നദി, സാംഭർ, ദിത്വാന, സർഗോൾ എന്നീ ഉപ്പ് തടാകങ്ങളും രാജസ്ഥാൻ സമതലത്തിലാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. പഞ്ചാബ്, ഹരിയാന സമതലം, രാജസ്ഥാൻ സമതലത്തിന്റെ പ്രധാന സവിശേഷതകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഫലഭൂയിഷ്ടമായ ഒരു സമതലമായി മാറുന്നു.
ഉണ്ടാവുന്നു. അപ്പൊ രാജസ്ഥാൻ സമതലം ഫലഭൂയിഷ്ടമല്ല എന്ന് നമുക്കറിയാം അല്ലെ. അവിടെ ഉപ്പ് വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടെങ്കിൽ തന്നെ അല്ലെ, പിന്നെ നദികളും ഇല്ല, അങ്ങനെ വരണ്ട പ്രദേശമാണ്. എന്നാൽ രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്ക് വടക്ക് കിഴക്കായും വ്യാപിച്ചിരിക്കുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം ട്ടോ. അപ്പൊ യമുന നദീതീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലം കിഴക്ക് അതിര് യമുന നദിയാണ്. ഇനി അടുത്ത് നോക്കാം, ഇന്ത്യയിൽ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ വ്യാപ്തി. അപ്പൊ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ ഭാഗങ്ങളിലായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം. അപ്പൊ പഞ്ചാബും ഹരിയാനയും ഉണ്ട്, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശും ഉണ്ട്. അപ്പൊ നമ്മള് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറഞ്ഞാൽ പഞ്ചാബിലും ഹരിയാനയിലും മാത്രമല്ല എന്ന് മനസ്സിലാക്കുക ട്ടോ. അതിന്റെ അതിര് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, കിഴക്കൻ അതിര് യമുന നദിയാണ് എന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി പടിഞ്ഞാറോട്ട് നേരിയ ചെരിവുള്ള ഈ സമതലത്തിന്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലം മുഖ്യമായും സത്ലജ്, ജലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ്. അപ്പൊ സിന്ധു നദിയുടെ പോഷക നദികളാണ് ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് തുടങ്ങിയവ. അപ്പൊ ഈ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ് ഈ സമതലം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഫലഭൂയിഷ്ടമായ ഒരു സമതലമാണ് എന്ന് മനസ്സിലാക്കുക. പഞ്ചാബ് 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നു. പഠിച്ചു വയ്ക്കുക, ചോദിച്ചിട്ടുണ്ട്. പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദോബുകളായിട്ടും തരംതിരിച്ചിരിക്കുന്നു. എന്താണ് ദോബുകൾ? പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്തെ വിളിക്കുന്ന പേരാണ് ദോബുകൾ. പഠിച്ചു വെക്കുക. പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്തെ എന്തു വിളിക്കുന്നു? ദോബുകൾ എന്ന് വിളിക്കുന്നു. പ്രധാന ദോബുകളാണ് നമ്മളിവിടെ പറയുന്നത്. ബിസ്ത്, ജലന്ധർ ദോബ്, ജലന്ധർ ദോബ്, ബാരി ദോബ്, രചന ദോബ്, ഛാജ് ദോബ്, സിന്ധ് സാഗർ ദോബ്. അതിൽ ബിസ്ത് ജലന്ധർ ദോബിന്റെ പ്രത്യേകത ബിയാസ്, സത്ലജ് എന്നീ നദികൾക്കിടയിലാണ് ബിസ്ത് ജലന്ധർ ദോബ്. അടുത്തത് ബാരി ദോബ്, ബിയാസ്, രവി. അപ്പൊ ബാരി, ബിയും ഉണ്ട് ഇവിടെ, രായും ഉണ്ട് അല്ലെ. അപ്പൊ ബാരി അങ്ങനെ ഓർത്തു വെക്കാം. രചന ദോബ്, രവി, ചിനാബ്, രചന. മനസ്സിലായോ മക്കളെ? അറിയാൻ ബുദ്ധിമുട്ടില്ല. ഛാജ് ദോബ്, ഛാജ്, ചിനാബ് ജലം. സിന്ധ് സാഗർ ദോബ്, അത് ചിനാബ് ജലം നദികൾക്കിടയിലാണ്. അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അതൊന്ന് ഓർത്തു വയ്ക്കുക. ജലം, ചിനാബ്. മറ്റതൊക്കെ നമുക്ക് ബിയാസ്, സത്ലജ്. കണ്ട, ബിയാസ്, സത്ലജ്, ബിസ്ത് ജലന്ധർ ദോബ്. അതുപോലെ ബിയാസ്, രവി, ബാരി ദോബ്. രവി, ചിനാബ്, രചന ദോബ്. ചിനാബ് ജലം, ഛാജ് ദോബ്. ജലം, ചിനാബ്, സിന്ധ് സാഗർ ദോബ്. ക്ലിയർ ആയില്ലേ? അതാണ് അപ്പൊ ദോബുകളെ കുറിച്ച് പറയുന്നത്. ദോബ് എന്താണെന്ന് ഇവിടെ പറഞ്ഞു, ഓർക്കണില്ലേ? പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ദോബ് എന്ന് വിളിക്കുന്നു. അടുത്തത് നോക്കൂ, ഗംഗാ സമതലം. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് എന്ത്? ഗംഗാ സമതലം. അപ്പൊ പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഗംഗാ സമതലം. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നു. ബംഗ്ലാദേശ് മുതൽ യമുന നദി വരെ ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളെയും ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഗംഗാനദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപ പ്രക്രിയയിലൂടെയാണ് അതിവിശാലമായ ഈ സമതലം. അപ്പൊ ഗംഗാ സമതലത്തില് ഗംഗാനദി, ഗംഗയുടെ പോഷക നദികളും ചേർന്നിട്ടുള്ള എന്താണ്? എക്കൽ നിക്ഷേപം മൂലം ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നോക്കുക. അടുത്ത ഭാഗം ബ്രഹ്മപുത്ര സമതലമാണ്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തായ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പൊ ബ്രഹ്മപുത്ര സമതലത്തിന്റെ മറ്റു പേരുകൾ ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം. അസമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലത്തിന് ഏകദേശം 720 കിലോമീറ്റർ നീളവും ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്.
ഭൂരിഭാഗം പ്രദേശങ്ങളും അസമിലാണ്. അതുകൊണ്ടാണ് അസം സമതലം അല്ലെങ്കിൽ അസം താഴ്വര എന്നൊക്കെ അതിനെ വിളിക്കുന്നത്. പൊതുവെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ട് ബ്രഹ്മപുത്ര സമതലത്തെ കണക്കാക്കുന്നുവെങ്കിലും ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മപുത്ര സമതലം വേറിട്ട് നിൽക്കുന്നു. വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പട്കായ് നാഗ കുന്നുകളും തെക്ക് ഖാരു ഗാസി ജൈന്തിയ കുന്നുകളും മിഗിർ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ചു നിർത്തുന്നു. ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറായി കീഴ്ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുന്നുകളെ കുറിച്ച് പറഞ്ഞു. ആ കുന്നുകളെ കുറിച്ചൊക്കെ ആ ചാപ്റ്ററിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബ്രഹ്മപുത്ര സമതലത്തിന്റെ കിഴക്കും വടക്കും തെക്കുള്ള കുന്നുകളൊന്നും ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അത് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ടീച്ചർക്ക് തോന്നുന്നില്ല. എന്നാലും എന്താ പറയുക, ബ്രഹ്മപുത്ര സമതലത്തെ ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ട് നിൽക്കുന്നത് എന്താണ്, വേറിട്ട് നിർത്തുന്നത് ഏതാണ്, കിഴക്കൻ ഹിമാലയവും കിഴക്ക് പട്കായ് നാഗ കുന്നുകളും തെക്ക് ഗാരോ ഗാസി ജൈന്തിയ കുന്നുകളും മിഗിർ കുന്നുകളും ചേർന്നിട്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. വെറുതെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി അത്. ഇനി അടുത്തത്, ഈ സമതലം എക്കൽ വിശറികളാൽ സമ്പന്നമാണ്. എന്താണ് എക്കൽ വിശറികൾ എന്ന് നമുക്ക് നോക്കാം. അതായത് നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും ആയതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. പഠിച്ചു വയ്ക്കാട്ടോ മക്കളെ. എക്കൽ വിശറികൾ, നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയ്ക്കുകയും അതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ഭൂരൂപങ്ങളെ എക്കൽ വിശറികൾ എന്ന് വിളിക്കുന്നു. കണ്ടോ എക്കൽ വിശറിയുടെ ഫോട്ടോ ഇവിടെ കൊടുത്തിരിക്കണേ. ഈ സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളായി പിരിയുന്നു. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞുകുളഞ്ഞ് ഒഴുകുകയും പിന്നീട് അവ ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എന്ത് സൃഷ്ടിക്കുന്നു? ഓക്സ്ബോ തടാകങ്ങൾ. അപ്പൊ എക്കൽ വിശറികൾ സൃഷ്ടിച്ച് അതിനുശേഷം ഒഴുക്ക് കുറഞ്ഞ് രൂപപ്പെടുന്നതാണ് ഓക്സ്ബോ തടാകങ്ങളുടെ രൂപീകരണത്തിന് കാരണം. മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും നദി താരതമ്യേന ചെരിവ് കുറഞ്ഞതോ നേരിയ ചെരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതായത് നല്ല ചെരിവുണ്ടെങ്കിൽ ആ നല്ല ഫ്ലോയിൽ ഒഴുകാൻ പറ്റുള്ളൂ. ഇനി അതുപോലെ അങ്ങനെയുള്ള ചെരിവ് കുറഞ്ഞ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ അവസാദം കുറെ അവസാദങ്ങളും കൊണ്ടാ പോണേ. അപ്പൊ നദിയുടെ ഒഴുക്ക് സ്ലോ ആകുന്നു. അതിന്റെ ഫലമായി നദി വളഞ്ഞു പുഴഞ്ഞു ഒഴുകി വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നു. തുടർച്ചയായ അപരദന നിക്ഷേപ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ രൂപം കൊള്ളുന്നു. അപ്പൊ വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ രൂപം കൊള്ളുന്നത് അപരദന നിക്ഷേപ പ്രക്രിയയിലൂടെയാണ്. പഠിച്ചു വെക്കണം. ഇനി അടുത്തത്, പിന്നീട് ഒഴുകുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങളായി മാറുകയും ചെയ്യുന്നു. കണ്ടോ, ഇത് കുഞ്ഞു കുഞ്ഞു തടാകങ്ങളായി മാറുന്നു. ഇത്തരം തടാകങ്ങളെ നമ്മൾ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇനി അതാണ് ഇവിടെ മിയാൻഡറിങ്ങും ഓക്സ്ബോ തടാകങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നദികൾ വളഞ്ഞു മുളഞ്ഞ് ഒഴുകുന്നതിനെയാണ് നമ്മൾ നദീ മിയാൻഡറിംഗ് അഥവാ നദീ വലയങ്ങൾ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത്, ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കു നിന്നും തെക്കോട്ട് നമുക്ക് 3 പ്രധാന മേഖലകളായി തിരിക്കാം. ചോദിക്കാറുണ്ട്. ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ഈ മേഖലകളിൽ ഓരോന്നിന്റെയും സവിശേഷതകൾ എന്താണ്? സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിന്റെ തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ബാബർ. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി കാണപ്പെടുന്നതാണ് ബാബർ. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂവിഭാഗമാണ് ഇത്. പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ ഭാഗം രൂപം കൊള്ളുന്നത്. അപ്പൊ ബാബർ രൂപം കൊള്ളുന്നത് എങ്ങനെ? പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകള് പാറകളൊക്കെ നിക്ഷേപിക്കപ്പെട്ടാണ് ബാബർ എന്ന് പറയുന്ന സമതല ഭാഗം രൂപം കൊള്ളുന്നത്. ഇത് സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി കാണപ്പെടുന്നതാണ്. ഈ ഉരുളൻ കല്ലുകളുടെയും അതുപോലെ തന്നെ പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ ഭാഗത്ത് എന്ത് കാണുന്നില്ല? നദികൾ കാണുന്നില്ല. ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പു നിലങ്ങളെ നമ്മൾ എന്തു വിളിക്കുന്നു? ടെറായ് എന്ന് വിളിക്കുന്നു. ബാബർ മേഖലയ്ക്ക് സമാന്തരമായി കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പു നിലങ്ങളാണ് ടെറായ്.
ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ ഇവിടെ പുനർജനിക്കുന്നു. അവിടെ കല്ലും ഉരുണ്ടകല്ലും സംഗതികളൊക്കെ അല്ലേ, അവിടെ എന്തില്ല, നദികളില്ല. ടെറായിൽ എന്തുണ്ട്, വെള്ളക്കെട്ട്, ചതുപ്പ് നിലങ്ങൾ, അവിടെ എന്തുണ്ട്, നദികളുണ്ട്. ക്ലിയർ ആയില്ലേ? ടെറായ് മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളും കാണപ്പെടുന്നു. ടെറായ് മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെടുന്ന ഭാഗത്തെ നമ്മൾ എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ടെറായ് മേഖലകൾക്ക് തെക്ക് ഭാഗത്തായി പുതിയ എക്കൽ നിക്ഷേപവും പഴയ എക്കൽ നിക്ഷേപങ്ങളിലൂടെയൊക്കെ രൂപപ്പെടുന്നതാണ് സമതലങ്ങൾ. പഴയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ്, PSC എപ്പോഴും ചോദിക്കും, പഴയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ബങ്കർ എന്ന് വിളിക്കുന്നു. പഴയതെന്താ, ബങ്കർ. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഗാദർ എന്ന് വിളിക്കുന്നു. ഭൂനിക്ഷേപണ രൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതകളാണ്. അപ്പൊ ഇവിടെ എന്തുണ്ടാവുണ്ട്, നദീജന്യ ദ്വീപുകൾ കാണാം, മണൽ വരമ്പുകൾ കാണാം, ഡെൽറ്റകളൊക്കെ എവിടെ കാണാം, ഈ ഭാഗത്ത് കാണപ്പെടുന്നു പറയുന്നു കേട്ടോ. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതകളാണ്. ഏത് ഭാഗത്തെ, എക്കൽ സമതല പ്രദേശത്തെ സവിശേഷതകളാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അവിടെ ഇതിന്റെ ഇടയിൽ നമ്മൾ നോക്കിയേ, ഒരു ബോക്സ് ഇവിടെ ടീച്ചർ വിട്ടിട്ടുണ്ടായിരുന്നു, പ്രളയ സമതലങ്ങൾ. പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ ഇരുകരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളാറുണ്ട്. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ചു രൂപപ്പെടുന്ന സമതലങ്ങളായതിനാൽ ഇവയെ നമ്മൾ പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഇത്തരം പ്രളയ സമതലത്തിലാണ് ലോക പ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത്. നമ്മൾ സിന്ധു നദീതട സംസ്കാരമൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെ. ക്ലിയർ ആയില്ലേ? അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതാണ് നമ്മൾ വീണ്ടും പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത്, ഇവിടെ നദീജന്യ ദ്വീപുകൾ എന്ത്, നീർച്ചാലുകൾ എന്ത്, തിട്ടകൾ എന്ത്, അല്ലെ, മണൽ വരമ്പുകൾ എന്ത് എന്നൊക്കെ പറയുന്നുണ്ട്. സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ്. ആഴം കുറവാണ്, ഒഴുക്കും കുറവാണ് കേട്ടോ. ആയതിനാൽ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായും അതുപോലെ തന്നെ വശങ്ങളിൽ തിട്ടകളായും നിക്ഷേപിക്കപ്പെടുന്നു. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ. ഇത് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതുപോലെ തന്നെ എന്താണുള്ളത്, എക്കൽ നിക്ഷേപങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സമതല പ്രദേശങ്ങളിലാവുമ്പോൾ ചെരിവ് കുറവാണ്, അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, ഒഴുക്ക് നദിക്ക് അധികം സ്പീഡിൽ ഉണ്ടാവില്ല, താരതമ്യേന നദിക്ക് ആഴം കുറവാണ്. അപ്പൊ ഈ അവസാദങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യണ്ടേ മക്കളെ? അപ്പൊ ഈ അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായും വശങ്ങളിൽ തിട്ടകളായും രൂപപ്പെടുന്നു. അപ്പൊ നദികളിലെ ദ്വീപുകളുടെ, ചെറിയ ചെറിയ ദ്വീപുകളുടെ രൂപത്തിലും മണൽ തിട്ടകളുടെ രൂപത്തിലൊക്കെ ഫോം ചെയ്യണു ഏത്, ഈ അവസാദങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയില്ലേ? അടുത്തത് എന്താ, ഡെൽറ്റകൾ എന്ന്. സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. മനസ്സിലായോ? സമതലങ്ങളിലൂടെയാണ്, അപ്പൊ സ്ലോവില ഒഴുകണേന്ന് നമുക്ക് മനസ്സിലായി. ഈ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിന്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ആ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞു പോകുന്നു. ഇപ്പൊ വലിയ നദികളായിട്ടാ വരണേ, ആ നദിയിൽ കുറെ ഡെപ്പോസിറ്റുകൾ ഉണ്ട്, പക്ഷെ എന്തുണ്ട്, ഒഴുക്ക് കുറവാണ്. അപ്പൊ കുഞ്ഞി കൈവഴികളായി ഇത് ഒഴുകുകയാണ്. അങ്ങനെ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഒരു ത്രികോണാകൃതിയുള്ള ഭൂരൂപം സൃഷ്ടിക്കുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഡെൽറ്റ എന്ന് വിളിക്കുന്നു. അതായത് ഒരു നദി ഒരു സ്ഥലത്ത് കൂടെ പോയി വേറെ സ്ഥലത്ത് പല ഭാഗത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവല്ലേ, അപ്പൊ അവിടെ ഒരു എന്താണ്, ട്രയാങ്കിൾ ഷേപ്പ് ആണ് രൂപപ്പെടുന്നത് എന്നാ മനസ്സിലാക്കണം. അതിനാണ് എന്താണ് നമ്മള് ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ആകൃതിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇതിന് ഡെൽറ്റ നിക്ഷേപം എന്ന പേര് കൊടുത്തതെന്ന് കേട്ടോ. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ ഭൂപ്രകൃതി സവിശേഷതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നൈസർഗിക സസ്യജന്തുജാലങ്ങൾ, മണ്ണ്, കൃഷി വൈവിധ്യം, ജനജീവിതം എന്നിവ രൂപപ്പെടുന്നവയിൽ ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകൾ പോലെ തന്നെ നിർണായകമാണ് ആ
പ്രദേശത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥ. അപ്പൊ നമ്മൾ കാലാവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എന്താണ്, ഇത്തരം സമതല പ്രദേശങ്ങളിലാണ് കൂടുതൽ എന്തുള്ളത്, നല്ല നിക്ഷേപങ്ങൾ ഉള്ളത്. അതുപോലെ തന്നെ എന്താണ്, ആൾക്കാർക്ക് താമസിക്കാനും പുതിയ സംസ്കാരങ്ങളൊക്കെ രൂപപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അടുത്തത്, ഈ സംസ്കാരങ്ങൾ രൂപപ്പെട്ടാൽ മാത്രം പോരാ, അവർക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ നല്ല കാലാവസ്ഥ കൂടെ വേണം. അപ്പൊ ആ കാലാവസ്ഥകളെ കുറിച്ച് പറയുന്നു. ശൈത്യകാലം. ഉത്തരേന്ത്യയിൽ സാധാരണ നവംബർ മധ്യത്തോടെ ശൈത്യകാലം എത്തുന്നു. ഉത്തരേന്ത്യയിലെ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജാനുവരിയുമാണ്. ഇക്കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലത്തിൽ അതിശൈത്യമാണ് ഡിസംബർ ജാനുവരി മാസത്തിൽ കേട്ടോ. എന്തുകൊണ്ട് ഡിസംബർ ജാനുവരി മാസത്തിലാണ് ഭയങ്കര ശൈത്യം? എന്തുകൊണ്ടാ? കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും. ഹിമാലയം പർവ്വതനിരയുടെ മഞ്ഞ് വീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം, ഇതൊക്കെ തന്നെ എന്താണ്, ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥയായി ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളാണ്. ശൈത്യകാലത്ത് നേരിയ മഴയും ഇടയ്ക്ക് ലഭിക്കാറുണ്ട്. ഉഷ്ണകാലം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ്. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം ഭയങ്കര കഠിനമാണ്. 48 ഡിഗ്രി സെൽഷ്യസ് വരെ അവിടെ ഉയരാറുണ്ട് ചൂട്. മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. പരീക്ഷയുടെ സ്ഥിരം ചോദ്യമാണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റുകൾ ചോദ്യമാണ് കേട്ടോ. എന്താണ് വരണ്ട ഉഷ്ണക്കാറ്റുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? എന്താ വിളിക്കണേ? അലു എന്ന് വിളിക്കുന്നു കേട്ടോ. ഇനി അടുത്തത്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണയാണ്. ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതിനാൽ അതികഠിനമായ വേനൽ ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നു. ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഗണ്യമായി ഉയരുന്നു. തത്ഫലമായി ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. രണ്ട് ശാഖകളായാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത്. എങ്ങനെയാണ് കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത്? സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ട് ഉപശാഖകളായി പിരിയുന്നു. ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു. പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു. ഇത് ആരവല്ലി പർവ്വതനിലയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ വരെ മഴ എത്തിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാനപ്പെട്ട മഴക്കാലം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാനപ്പെട്ട മഴക്കാലം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ താഴോട്ട് പിൻവാങ്ങുന്നു. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലം വടക്കു കിഴക്കൻ മൺസൂൺ കാലത്തെ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം ചോദിച്ചിട്ടുണ്ട് എന്ന് വിളിക്കുന്നു. ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്ക് കിഴക്കൻ ദിശയിൽ നിന്നുമായതിനാലാണ് ഈ കാലത്തെ നമ്മൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത്. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിനെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയും കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസത്തെ നമ്മൾ ഒക്ടോബർ ചൂട് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഒക്ടോബർ ചൂട് ഏത് സമയത്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്താണ് എന്ന് മനസ്സിലാക്കുക ട്ടോ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾക്കും ഏറെ വൈവിധ്യമുണ്ട്. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങളിലെ ഈ വൈവിധ്യത്തിന് കാരണം. മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ. കണ്ടോ?
അവിടെ ആരില്ല, മനുഷ്യന്മാരില്ല. കാട്ടിലൊക്കെ ആവുമ്പോ അവരുടെ ഇടപെടലുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ മനുഷ്യന്മാരുടെ ഇടപെടൽ ഇല്ലാതെ ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയും മാത്രം അനുകൂല ഘടകമാക്കി വളരുന്ന സസ്യങ്ങളെ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് വിളിക്കുന്നു. ഓർത്തു വെക്കണം. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല ഉൾക്കാടുകൾ, ചതുപ്പു നിലങ്ങൾ തുടങ്ങിയവയാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ നമ്മൾ വീണ്ടും രണ്ടായി തിരിക്കുന്നു. എന്തൊക്കെയാണ്? വരണ്ട ഇലപൊഴിയും വനങ്ങൾ, ആർദ്ര ഇലപൊഴിയും വനങ്ങൾ എന്നിവയാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും അതുപോലെ തന്നെ ബീഹാറിലുമാണ് വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. പശ്ചിമ ബംഗാളില് അതുപോലെ തന്നെ സിവാലിക് താഴ്വരകളില്, ഒഡീഷയില് ഒക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? ആർദ്ര ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത്. തേക്ക്, സാൽ ശിഷാം, അതുപോലെ തന്നെ മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗങ്ങളാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിലും തേക്കും മറ്റു വൃക്ഷങ്ങളും അവക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നു. അതുമൂലം ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശത്ത് കൈവരുന്നു. കാണുന്നില്ലേ? വരൾച്ച കാലത്തിന്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണ്ണമായും ഇലകൾ പൊഴിക്കുന്നു. തൽഫലമായി ഈ വനങ്ങൾ മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായി മാറുന്നു. മഴക്കുറവും കന്നുകാലി മേക്കലിന്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ്. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിന്റെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖല കാടുകൾ കാണാറുണ്ട്. അപ്പൊ എവിടെയൊക്കെ കാണപ്പെടാറുണ്ടെന്നാ പറയുന്നത്? ഹരിയാന, രാജസ്ഥാൻ എന്നിവയുടെ അതുപോലെ തന്നെ പഞ്ചാബിന്റെ ചില ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖല ഉൾക്കാടുകൾ. ബാബുൽ, ബെറ്, വന്യ ഈന്തപ്പനകള്, ഖൈറ്, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗങ്ങൾ. 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ലുവിഭാഗങ്ങളും അടിക്കാടായി ചില ഇടങ്ങളിൽ കാണപ്പെടാറുണ്ട്. അത്ര 2 മീറ്റർ വരെ ഉയരത്തിൽ അത്രയും വലിയ ഉൾക്കാടുകൾ കാണപ്പെടാറുണ്ടെന്ന്. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയിലെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളെയാണ് നമ്മൾ ചതുപ്പു നിലങ്ങൾ എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. സുന്ദർബൻ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിൽ. അറിയാലോ. ഇവിടെ നിബിഡ വനങ്ങളായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് സുന്ദർബൻ. അതുപോലെ തന്നെ റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് ഏത്? സുന്ദർബൻ. ഓർത്തുവെ, റോയൽ ബംഗാൾ കടുവകളും എവിടെ കാണപ്പെടുന്നുണ്ട്? സുന്ദർബനിൽ കാണപ്പെടുന്നുണ്ട്. മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരകളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു. വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയ കേന്ദ്രം കൂടിയാണ് കണ്ടൽ കാടുകൾ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ ധാരാളം ഉള്ളതിനാൽ കണ്ടൽ ചെടികൾ ഇവിടെ കാണപ്പെടുന്നു. സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. സുന്ദരി എന്ന് പറയുന്ന ഒരു തരം കണ്ടൽ ചെടികൾ എവിടെയുണ്ട്? സുന്ദർബനിൽ. കണ്ടോ? കണ്ടൽ ചെടികള് കാണപ്പെടുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇനി അടുത്തത് ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചൊക്കെയുള്ള ഫോട്ടോകളൊക്കെ നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ഭൂപടവും കൊടുത്തിട്ട് അതൊക്കെ നമ്മളൊന്ന് പ്രധാനമായിട്ടും നോക്കി വെക്കണം കേട്ടോ. നിങ്ങളൊന്ന് നോക്കിയോ, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് അതൊന്നും നമുക്ക് വരയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല, നിങ്ങൾക്ക് അറിയാലോ. ഇനി മണ്ണിലേക്ക് പോവാണ്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണ്. പഠിച്ചു വെക്കുക. ഉത്തരേന്ത്യൻ സമതലത്തിൽ മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നതാണ് എക്കൽ മണ്ണ്. രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിന്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു. അപ്പൊ ഗുജറാത്ത് സമതല പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. ഗംഗാ സമതലങ്ങളിൽ 2 വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങൾ കാണപ്പെടുന്നു. ഗംഗാ സമതലത്തിൽ ഒന്ന് ഖാദറും അടുത്തത് ബംഗറും. പ്രധാനാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമായ മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. അപ്പോ എവിടെ എന്താന്ന് പറഞ്ഞ എക്കൽ മണ്ണ് 2 കാറ്റഗറി ഉണ്ട്, ഖാദറും അതുപോലെ തന്നെ ബംഗറും. മധ്യ ഗംഗാ
മഹാസമുദ്രത്തിന്റെ തെക്കൻ ഭാഗത്തായി ചെമ്മണ്ണ് കാണപ്പെടുന്നു. ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം കൊടുക്കുന്നത്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് ഇരുമ്പിന്റെ സാന്നിധ്യം ചോദിച്ചിട്ടുണ്ട്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണ മണ്ണ് ചോദിച്ചിട്ടുണ്ട് സുന്ദർബൻ ഡെൽറ്റയില്. പൊതുവെ ഈ മണ്ണിൽ ഉപ്പിന്റെ അംശം കൂടുതലാണ്. മണലും അതുപോലെ പശ്ചിമ മണ്ണും കൂടിക്കലർന്ന മണ്ണാണ്. ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജലക്കയറ്റമാണ് ഈ പ്രദേശത്തിൽ ഇത്തരം മണ്ണുണ്ടാകാൻ കാരണം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ലവണ മണ്ണായി മാറിയിട്ടുമുണ്ട്. പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് പീറ്റുമണ്ണ്. പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ എന്ത് മണ്ണ്? പീറ്റുമണ്ണ്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. രാജസ്ഥാനിൽ വരണ്ട മണ്ണാണെന്ന് ആലോചിച്ചാൽ നമുക്കറിയാം, വെള്ളമൊന്നുമില്ലല്ലോ. ഘടനാപരമായ മണൽ രൂപവും ലവണത്വ സ്വഭാവം ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? മണൽ രൂപവും അവിടെ മുഴുവൻ മണലാണ്. ലവണത്വ സ്വഭാവം ഉണ്ടാവും, കാരണം അവിടെ ഉപ്പ് തടാകങ്ങളൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവാണ്. അതിനാൽ ഈ മണ്ണിൽ സസ്യ വളർച്ച നടക്കില്ല. നടക്കാൻ തന്നെ അത്രയധികം ജലസേചനം ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി, എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ, അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയ ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിന്റെ സവിശേഷതകളാണ്. എന്തൊക്കെയാണ് ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിന്റെ സവിശേഷത? ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി, എപ്പോഴും നീരൊഴുക്കുള്ള നദി, അനുയോജ്യമായ കാലാവസ്ഥ. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 താഴെയാണ് ഇന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം. എന്നാൽ ഈ മഹാസമുദ്രമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിൽ ഏറെയും ഉൾക്കൊള്ളുന്നത്. കണ്ടോ, ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരേന്ത്യൻ മഹാസമതലമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കാണ് ഈ സമതലത്തിനുള്ളത്. ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യുന്നു? ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് എന്നിവ കൃഷി ചെയ്യുന്നു. അതുപോലെ ജലസേചനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായ കൃഷി രീതി ഈ സമതലത്തെ ഇന്ത്യയുടെ ധാന്യപുര, ഉത്തരേന്ത്യൻ മഹാസമതലത്തെ ഇന്ത്യയുടെ ധാന്യപുര എന്ന് വിളിക്കുന്നുണ്ട്. ധാർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളുടെയും റെയിൽപാതകളുടെയും അതിവിപുലമായ ശൃംഖലയുണ്ട്. ഇത് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്തെ നയിക്കുന്നതിനും കാരണമായി. റാബി, അതുപോലെ തന്നെ ഖാരിഫ്, സയ്യിദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് കിടക്കുന്ന കാർഷിക കാലമാണ് ഖാരിഫ് കാലം. പഠിക്കുക, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് കിടക്കുന്ന കാലം. ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കാലമാണ് റാബി കാലം. റാബി വിളവുകളുടെ വിളവെടുപ്പിന് ശേഷം ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്യിദ് കാലം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കുക, ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അവിടെ നെല്ല്, പരുത്തി, ചണം, ബജ്റ, തുവര തുടങ്ങിയവ കൃഷി ചെയ്യുന്നു. അതുപോലെ തന്നെ റാബി സീസൺ ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. അവിടെ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുകുവർഗ്ഗങ്ങൾ, ബാർലി മുതലായവ കൃഷി ചെയ്യുന്നു. സയ്യിദ് സീസൺ ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. പച്ചക്കറി, പഴങ്ങള്, കാലിത്തീറ്റ മുതലായവ കൃഷി ചെയ്യുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളിൽ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി ഉത്തര മഹാസമതലം എന്ന ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ വ്യാപ്തി, അതിന്റെ കിടപ്പ്, അത് രൂപം കൊണ്ട പ്രക്രിയകൾ എന്നിവയെ കുറിച്ച് നമ്മൾ ഒരു അറിവ് നേടിക്കഴിഞ്ഞു. ജലസമൃദ്ധി കൊണ്ടും ഫലസമൃദ്ധി കൊണ്ടും സവിശേഷമായ ഈ ഭൂപ്രകൃതിക്ക് ഇന്ത്യയിൽ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ വളരെ ഗണ്യമായ പങ്കുണ്ട്. രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നത് ഉത്തര മഹാസമതലമാണ്. ഭക്ഷ്യസുരക്ഷ എന്ന സുപ്രധാനമായ ഉത്തരവാദിത്വമാണ് ഈ ഭൂപ്രകൃതി വിഭാഗം ഏറ്റെടുത്തിരിക്കുന്നത്. സമതലമേകുന്ന സഞ്ചാരവിനിമയ സൗകര്യങ്ങൾ സഹസ്രാബ്ദങ്ങൾ മുതൽക്ക് തന്നെ ജനങ്ങളുടെ വ്യാപനത്തിനും ഇടപെടലിനും കളമൊരുക്കിയിട്ടുണ്ട്. അതിലൂടെ രൂപപ്പെട്ട മിശ്ര ബഹുസ്വര സംസ്കാരമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ശക്തിയും സൗന്ദര്യവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. ഈ പേജിൽ ഇത് മാത്രമേ ഉള്ളൂ, ഉത്തര മഹാസമതലം. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇത്രയാണ് അതൊരു കൺക്ലൂഷൻ കൊടുത്തതാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്. കുറച്ചധികം കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ടീച്ചർ എടുത്തു പറഞ്ഞിട്ടുള്ള മേഖലകൾ മാത്രം
ട്ടാ. നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള മേഖലകൾ മാത്രം നിങ്ങൾ നോക്കി പഠിച്ചു പോവാ. ഇത് മൊത്തത്തിൽ വായിക്കാണ്ടിരുന്ന ഇടയിന്ന് വായിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു സുഖാവില്ല കേൾക്കുമ്പോ. അപ്പൊ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ടീച്ചർ ഇത്രയും റിസ്ക് എടുത്തത് മുഴുവൻ പറയണത്. ഇത്തിരി ബുദ്ധിമുട്ടാണ് ഒരു വീഡിയോയില് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും സമയം എന്താ പറയാ നിർത്താണ്ട് പറയാന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും റിസ്ക് ഞാൻ എടുക്കല്ലേ മക്കളെ. അപ്പൊ നിങ്ങൾ പഠിക്കാനുള്ള റിസ്ക് അതുപോലെ ഏറ്റെടുത്ത് പഠിക്കുക കേട്ടോ. നിങ്ങൾ എല്ലാവരും തന്നെ നന്നായി പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അത് ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുന്നു കേട്ടോ. അപ്പൊ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും.